ഹലോ. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് നട്ടപ്പാതിരാക്ക് നിങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റിച്ച ഭർത്തകന്മാരുണ്ടോ? എന്നാൽ അങ്ങനെ ഒരാളുടെ കഥയാണ് കേട്ടോ ഇത്. അങ്ങനെ എൻ്റെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം പള്ളിയിലേക്ക് കൊണ്ടുപോവാണ്. പാതിരാത്രിക്കല്ല, ഒരു 9 മണി ആ സമയത്താണ് ഞങ്ങൾ പോയത്. പക്ഷെ പള്ളിയൊക്കെ അടച്ച് പാതിരിയും പട്ടക്കാരും ഒക്കെ പോയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വണ്ടി നിർത്തേണ്ട, വേഗം വീട്ടിലേക്ക് വിട്ടോളാം ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് വിഷമാകാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി നേരെ എന്നെ ആ പാർക്കിൽ കൊണ്ടുപോയിട്ട്, ആ ടാഗോർ പാർക്കിൽ. ഈ പൂവ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ പൂത്തിരിക്കുന്ന കാണാൻ എന്ത് രസമാണെന്നറിയോ. പാരിജാതമാണ്, അത് നല്ല മണമാണ് അതിൻ്റെ അടുത്ത് കൂടെ പോയാൽ. പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ ഒരുക്കിയിരിക്കുന്നത് എന്താണെന്നറിയോ, നാളെ ക്രിസ്മസിൻ്റെ പിറ്റേന്ന് മുതൽ ഇവിടെ നമുക്ക് ബീച്ചിൽ പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് അതുവഴി അങ്ങോട്ട് പോയിട്ടൊന്ന് ജസ്റ്റ് അവിടെയൊക്കെ കണ്ടിട്ട് വരാമെന്ന്. അങ്ങനെ പോയിരിക്കുമ്പോഴാണ് ചന്ദ്രനെ കാണാൻ ഇന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ അതുപോലെ ഒരു പൊട്ടുണ്ട് കേട്ടോ ചന്ദ്രൻ്റെ. അങ്ങനെ അതും നോക്കി ഞങ്ങൾ നേരെ ബീച്ചിലേക്ക്, അതായത് ഹാർബറിലേക്ക് നടന്നു. ഇവിടെ ഫുൾ സെറ്റാണ് മക്കളെ. ഇത്തവണ സ്റ്റേജൊക്കെ നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പുതുച്ചേരി ഗവൺമെൻറ്റിന് താങ്ക്സ് പറയാം കേട്ടോ. നാളെ ഈ സ്ഥലമൊക്കെ ഫുള്ളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ഇത് ക്രിസ്മസിൻ്റെ അന്ന് രാത്രിയാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മതി, നമുക്ക് വീട്ടിലേക്ക് പോകാം, അധികം ലേറ്റ് ആക്കണ്ടെന്ന്. പിന്നെ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കടലൊക്കെ നോക്കി അവിടെ നിന്നായിരുന്നു കുറച്ച് സമയം. അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ പുള്ളി പറഞ്ഞു എന്തായാലും വന്നതല്ലേ, നമുക്കൊന്നിവിടെ ഇറങ്ങിയിട്ട് പള്ളിയൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ അവിടെ ഞാൻ ചുറ്റിത്തിരിഞ്ഞ്, പള്ളിയിൽ നമ്മുടെ മറ്റേ മത്സരമൊക്കെ ഉണ്ടാവില്ലേ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിൻ്റെ, ഞാൻ അതൊക്കെ പോയി കണ്ട സമയത്ത് ഇതേ പുള്ളിക്കാരനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ നേരെ ചെന്നിട്ട് നമുക്ക് ഇവിടെ വരെ വന്നിട്ട് നമ്മൾ ഉണ്ണിയേശുവിനെ കാണാണ്ട് നമുക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ട് നേരെ ഉണ്ണിയേശുവിൻ്റെ അവിടെ പോയിട്ട് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഒരുക്കിയ കാണാൻ. ഞാൻ സത്യത്തിൽ ഈ വഴി ക്രിസ്മസ് ടൈമിലൊക്കെ പോകാറുണ്ടെങ്കിലും ഇങ്ങനെ ഇറങ്ങിയിട്ട് പള്ളിയിലെ സ്റ്റാർസും ഇതൊന്നും നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ മാത്രം കണ്ടുപരിചയമുള്ള എനിക്ക് ഇതൊക്കെ നേരിട്ട് കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഞാനിങ്ങനെ വിചാരിച്ചു പള്ളി തുറന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പള്ളിയിലൊക്കെ കയറാമായിരുന്നു എന്ന്. പക്ഷെ അത് നടന്നില്ല. എന്തായാലും ഉണ്ണീഷിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഞാനൊരാഗ്രഹം കൂടി പറഞ്ഞിട്ടുണ്ട് ഉണ്ണീഷിൻ്റെ അടുത്ത്, നടക്കുമോ നോക്കാം. പള്ളി അടച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, പള്ളി അടച്ചതുകൊണ്ട് ഇവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കായിരുന്നു കേട്ടോ. ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ പിണക്കം മാറിയോ എന്ന് ചോദിച്ചാൽ വലിയ പിണക്കമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഈ നൈറ്റ് വെക്കോ ഡ്രസ്സല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.